വിദേശത്തുള്ള അച്ഛൻ അമ്മയില്ലാത്ത 2 മക്കളെയും ഒരു പടുകൂറ്റൻ വീട്ടിലാക്കി അവൾക്ക് കൂട്ടിന് മനുഷ്യരെ പോലും പച്ചയ്ക്ക് തിന്നാൻ മടിയില്ലാത്ത 4 റോഡ്വീലർ പട്ടികളെയും കൊടുത്തു പോയി. ഇതൊന്നും പോരാത്തതിന് ഒരു മനുഷ്യരും കയറാതിരിക്കാൻ വീടിന് ചുറ്റോടു ചുറ്റും സബ് ജയിലിൻ്റെതുപോലത്തെ മതിലുകളും വലിയൊരു ഗേറ്റും. ഒരു ദിവസം ആ വീട്ടിൽ നിന്നും രാത്രി അലറി വിളിയും പുകയും ഉയരുന്നതാണ് നാട്ടുകാർ കാണുന്നത്. നാട്ടുകാരെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ പുറത്തു നിൽക്കുകയാണ് അന്തം വിട്ട്. അപ്പോഴതാ നാട്ടുകാർ നോക്കി നിൽക്കെ ആ പടുകൂറ്റൻ മതിലിന് മുകളിൽ ഒരു ചെറിയ രൂപം. സകലരും ഞെട്ടി. ആരാണത്? എന്താണ് ആ മതിൽക്കെട്ടിനുള്ളിലെ വലിയ വീട്ടിൽ സംഭവിച്ചത്? നമുക്ക് ആ കഥയിലോട്ടൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ടു ഷീജാസ് ക്രിയേഷൻസ്. നാട്ടുകാരെല്ലാം ഒന്നും ചെയ്യാൻ പറ്റാതെ നിലവിളിച്ചുകൊണ്ട് മതിലിന് ചുറ്റും ഓടുകയാണ്. കാരണം അവർക്കാർക്കും അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. അങ്ങനത്തെ വീടാണ്. അപ്പോഴാണ് 7 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി ആ മതിലിന് മുകളിൽ കയറിയിരുന്ന് നാട്ടുകാരെ നോക്കി നിലവിളിക്കുന്നത്. ചേച്ചിയെ കൊന്നതാ ഈ കിണറ്റിലിട്ടിട്ടുണ്ട്, ഓടി വരണേന്നും പറഞ്ഞ് ആ കൊച്ചു കിടന്ന് നിലവിളിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നും 2 കുട്ടികൾ മാത്രമുള്ള വീട്ടിൽ ഇതെങ്ങനെ, ആര് എന്ന്. അത് പറയാം. ഫെർണാണ്ടസും കുടുംബവും ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. അയാൾക്ക് 2 മക്കളാണ്. മൂത്തവള് 17 വയസ്സുകാരി സാന്ദ്ര ഫെർണാണ്ടസും അവളുടെ 7 വയസ്സുള്ള കുഞ്ഞനിയനും. ഫെർണാണ്ടസിൻ്റെ ഭാര്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഈ ഭർത്താവിനെയും 2 മക്കളെയും ഉപേക്ഷിച്ച് എവിടേക്കോ പോയി. ഫെർണാണ്ടസ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. മക്കളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം ഇയാൾ പൊന്നാപുരത്ത് വലിയൊരു ബംഗ്ലാവ് പോലത്തെ വീട് പണിതിരുന്നു. വീടെന്ന് പറഞ്ഞാൽ അത് ഒരു 1.5 വീടാണ്. തൻ്റെ ചെറിയ മക്കളെ സുരക്ഷിതമായി നോക്കുന്നതിന് ഒരു വേലക്കാരി സ്ത്രീയെയും അവിടെ ഏർപ്പാടാക്കിയിരുന്നു. ആ സ്ത്രീയും ആ വീട്ടിലാണ് താമസം. കൂടാതെ 4 വലിയ റോഡ്വീലർ പട്ടികളെയും ഇവർക്ക് കാവലായി ആക്കിയിരുന്നു. കൂറ്റൻ മതിലുകളാണ് 4 ചുറ്റും കെട്ടിയിരുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ ഗേറ്റും. പുറത്തുനിന്നും ആർക്കും ആ വീട്ടിലോട്ട് കയറാനോ ഒന്ന് എത്തി നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വീട്. അങ്ങനെ ഇരിക്കെ ഫെർണാണ്ടസിന് തോന്നുകയാണ്, ഇതൊന്നും പോരാ, കുറച്ചുകൂടി കെയറിങ് മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ അയാളുടെ അച്ഛൻ്റെ 2ാം ഭാര്യയിൽ ഉണ്ടായ 2 അനിയന്മാരെ കൂടി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. അതായത് സാന്ദ്രയുടെ ചിറ്റപ്പന്മാർ. അവർക്ക് ഏകദേശം 24-25 വയസ്സ് പ്രായമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ചെറുപ്പക്കാർ. ഇവന്മാർക്കും 3 റോഡ്വീലർ പട്ടികൾ ഉണ്ടായിരുന്നു. അതിനെയും കൂട്ടിക്കൊണ്ടാണ് ഇവർ 2 പേരും ഇവിടേക്ക് താമസിക്കാൻ വരുന്നത്. അങ്ങനെ പട്ടികളും സാന്ദ്രയും അനിയനും വേലക്കാരിയും ചിറ്റപ്പന്മാരുമായിട്ട് ആ വലിയ വീട്ടിൽ അങ്ങനെ കഴിയുകയാണ്. സാന്ദ്ര +2 പഠിക്കുന്ന കാലം. ഡെയിലി മക്കളുമായി ഫെർണാണ്ടസ് ഫോൺ വഴി സംസാരിച്ചിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിലും സാന്ദ്രയും ചിറ്റപ്പന്മാരുമായിട്ട് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അവർക്ക് സാന്ദ്രയുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവരെല്ലാവരും കൂടിയിട്ട് ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ അവർ ആ വീട്ടിൽ സംസാരിച്ചിരുന്ന ഭാഷ ഇംഗ്ലീഷായിരുന്നു. പക്ഷെ അത് അന്ന് സാന്ദ്രയുമായി പതിവ് പോലെ 1ഉം 2ഉം പറഞ്ഞിട്ട് ഇവർ ഭക്ഷണം കഴിക്കുന്നതിനിടെ വഴക്കാവുകയാണ്. ആ സമയത്ത് സാന്ദ്രയെ ഇവർ 2 പേരും തെറി വിളിക്കുകയാണ്, അതും മലയാളത്തിൽ. അപ്പോൾ സാന്ദ്ര പറഞ്ഞു, തെറി വിളിക്കരുത്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കൂ, നിങ്ങൾ മലയാളത്തിൽ ഈ തെറി വിളിക്കുന്നത് ഇവിടുത്തെ ചേച്ചിക്ക് മനസ്സിലാകും. അപ്പോൾ ഇവർ സാന്ദ്രയോട് ചോദിച്ചത് മലയാളത്തിൽ സംസാരിച്ചാൽ എന്താ കുഴപ്പം എന്നും പറഞ്ഞിട്ട് ഇവർ വീണ്ടും പച്ചത്തെറി വിളിച്ചുകൊണ്ടിരുന്നു. സാന്ദ്ര ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ തിരിച്ചും പ്രതികരിച്ചു. ഇവരൊക്കെ ആകെ കലി കയറി. ഇവന്മാർ ടേബിളിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് സാന്ദ്രയ്ക്ക് നേരെ വീശുകയും പേടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ കുട്ടിയുടെ വയറ്റിൻ്റെ സൈഡിലോട്ടായിട്ട് ഈ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ സാന്ദ്ര അടുത്ത മുറിയിലേക്ക് അനിയനെയും കൊണ്ട് ഓടി. അവൾ ഒരു മുറിയിൽ കയറി ഇരുന്നു. പക്ഷെ ആ വീട് വലിയ വീടാണെങ്കിലും ആ വീടിൻ്റെ ഏക കുഴപ്പം ഒരൊറ്റ മുറിക്കും വാതിലില്ലായിരുന്നു. മുറിയിൽ കയറിയത് കണ്ട ഇവന്മാർ മണ്ണെണ്ണ എടുത്ത് മുറിക്കകത്തോട്ടൊഴിച്ച് തീയിട്ടു. തീ പടരുന്നത് കണ്ട് ആ മുറിയിൽ നിന്നും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് സാന്ദ്രയും അനിയനും. അപ്പോഴേക്കും ആ മുറിയിലേക്ക് തീ പടർന്നിരുന്നു. ഇതെല്ലാം കണ്ട് ഭയന്ന് ആ ജോലിക്കാരി സ്ത്രീ അങ്ങനെ നിൽക്കുകയാണ്.
അവർ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അവരെയും ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇവിടെ കിടന്ന് വിളിച്ചാൽ നിങ്ങളെ കൊന്നുകളയുമെന്ന്. മുറിയിൽ നിന്നും വെളിയിലേക്ക് ഓടിയതും ഇവരുടെ 3 റോഡ് വീലർ പട്ടികളെ തുറന്നു വിട്ടു. ആ പട്ടികളെ നിയന്ത്രിക്കാൻ ഇവന്മാർക്ക് മാത്രമേ കഴിയൂ. പട്ടിയെ തുറന്നു വിട്ടത് കണ്ട് ഭയന്ന് സാന്ദ്ര പുറത്ത് വീടിൻ്റെ ഒരു മൂലയിൽ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിനും തൂണിനും ഇടയിൽ കയറി പതുങ്ങിയിരുന്നു. ഈ സമയത്ത് 7 വയസ്സുള്ള ഈ കുഞ്ഞ് എങ്ങനെയാണെന്നറിയില്ല, സത്യത്തിൽ പോലീസിന് പോലും ഇന്നും അത് മനസ്സിലാവാത്ത ഒരു നിഗൂഢതയാണ് ഈ കൂറ്റം മതിലിന് മുകളിൽ ഇവൻ കയറിയിരുന്നു എന്നത്. ആ കുഞ്ഞിന് പോലും ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. ആരാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറ്റി ഇരുത്തിയത്, ചേച്ചിയാണോ എന്ന് പോലും. എന്തായാലും കുട്ടി മതിലിന് മുകളിൽ കയറി. വേലക്കാരിയാണെങ്കിൽ വീടിൻ്റെ അകത്തൊരിടത്ത് പേടിച്ച് അവരും പതുങ്ങി. പാവം സാന്ദ്രയെ ഇവന്മാർ കണ്ടു. ഇതിൽ ഒരുത്തൻ വെട്ടുകത്തി കൊണ്ട് സാന്ദ്രയുടെ തലയുടെ പിറകിലായി ഒരു വെട്ടി. വെട്ടുകൊണ്ട സാന്ദ്രയെ പിടിച്ചു തള്ളി ആ ആഴമുള്ള കിണറ്റിലേക്കിട്ടു. ഇത് കണ്ടാണ് ആ കുട്ടി നാട്ടുകാരെ നോക്കി നിലവിളിച്ചത്. തീയും പുകയും നിലവിളിയും കേട്ടപ്പോൾ തന്നെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്ന് ഗേറ്റ് തകർത്ത് അകത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും പട്ടികൾ വളരെ ആക്രമണ സ്വഭാവത്തോടെ നിന്നത് കാരണം ഇവർക്ക് അകത്തോട്ട് കടക്കാൻ സാധിച്ചില്ല. പോലീസ് സംഘം വലിയ കമ്പും ഒലക്ക പോലത്തെ എന്തൊക്കെയോ കൊണ്ട് പട്ടികളെ അടിച്ചൊതുക്കിയാണ് അകത്തേക്ക് കടന്നത്. അങ്ങനെ പ്രതികളെ പിടിച്ചു. ആ 7 വയസ്സുള്ള കുട്ടി കണ്ട കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തൊടാതെ പറഞ്ഞതാണ് പോലീസിന് യഥാർത്ഥ പ്രതികളെ എല്ലാ തെളിവുകളും പൂട്ടാൻ സാധിച്ചത് എന്നാണ് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കേസിലും ഇത്രയും ശക്തമായ മൊഴി കേട്ടിട്ടില്ല എന്നാണ്. അത്ര ശക്തമായിട്ടാണ് ആ കുട്ടി നടന്ന കാര്യങ്ങൾ കോടതിയിലും അറിയിച്ചത്. പക്ഷേ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞാണ് പ്രതികൾ കോടതിയിൽ സംസാരിച്ചത്. സാന്ദ്രയെ ഞങ്ങൾ കൊന്നിട്ടില്ല. സാന്ദ്രയ്ക്ക് കോളേജിലൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. ആ പയ്യനുമായി സാന്ദ്ര എന്തോ ഒരു കാര്യത്തിന് തെറ്റിപ്പിരിഞ്ഞു. അതിലെ പക കാരണം അവൻ കുറെ ആൾക്കാരെയും കൊണ്ടുവന്ന് ആക്രമിച്ച് കൊന്നതാണ് എന്നായിരുന്നു. പക്ഷെ അതും പോലീസ് അന്വേഷിച്ച് അങ്ങനൊരു റിലേഷൻഷിപ്പ് സാന്ദ്രയ്ക്കില്ല എന്ന് കണ്ടുപിടിച്ചു. ഈ പറയുന്ന പയ്യൻ വെറും ഒരു ഫ്രണ്ട് മാത്രമായിരുന്നു എന്നും കണ്ടെത്തി. ഇതിൽ പോലീസ് പറയുന്നത് സാന്ദ്രയെ കൊല്ലാനുള്ള പ്രതികാരം പ്രതികളുടെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നതാണ്. എന്തെന്നാൽ ഫെർണാണ്ടസിൻ്റെ അമ്മ മരിച്ച ശേഷം അച്ഛൻ 60-ാം വയസ്സിലാണ് രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നത്. അതിലാണ് ഇവന്മാർ 2 പേരും ഉണ്ടാവുന്നത്. അച്ഛൻ്റെ മരണശേഷം ഫെർണാണ്ടസ് രണ്ടാനമ്മയെയും മക്കളെയും പുന്നാപുരത്തെ വീട്ടിൽ താമസിക്കാൻ കൊണ്ടുവന്നില്ല. അതിന് കാരണം സാന്ദ്ര എന്നാണ് പറയുന്നത്. സാന്ദ്രയും അച്ഛൻ്റെ രണ്ടാനമ്മയുമായി ചേർന്ന് പോകാത്തതാണ് കാരണമെന്ന് പ്രതികൾ പിന്നീട് പോലീസിനോട് പറഞ്ഞു. തങ്ങളുടെ അമ്മ സാന്ദ്ര കാരണമാണ് തങ്ങളെ വിട്ട് പിണങ്ങിപ്പോയത്. ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും കൂടെയും അമ്മയ്ക്കും തങ്ങൾക്കും കഴിയാൻ പറ്റാത്തത് ഇവൾ കാരണമാണ് എന്നാണ് പ്രതികൾ പോലീസിനോട് ഏറ്റു പറഞ്ഞത്. ഇതേ ചൊല്ലി സാന്ദ്രയുമായി എപ്പോഴും വഴക്കുണ്ടാവുകയും ചെയ്തിരുന്നു. ആ ദിവസവും നീ കാരണമാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വിട്ട് പിണങ്ങിപ്പോയതെന്നും പറഞ്ഞ് വഴക്കിട്ടുവെന്നാണ് പറയുന്നത്. കൂടാതെ ഇവർക്ക് ഫെർണാണ്ടസിൻ്റെ വീട്ടിലും സ്വത്തിലും ഒക്കെ ഒരു കണ്ണുണ്ടായിരുന്നു. എന്തായാലും ഇവർക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. ആ അച്ഛൻ മകളെ പുറത്തെങ്ങും അടക്കാതെ വീടിനകത്ത് തന്നെയാണ്, അതായത് ഹാളിലാണ് ഇപ്പോഴും അടക്കിയിരിക്കുന്നത്. ഇതിലും സങ്കടകരമായ കാര്യം ആ മകളുടെ കല്ലറയ്ക്ക് അടുത്താണ് ആ പിതാവ് ഇന്നും കിടന്നുറങ്ങുന്നത് എന്നതാണ്. മകൾക്ക് കാവലായിട്ട് ഇന്നും അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. ഈ ഒരു കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യും. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.